മാഷ US-ഉം ഇന്ത്യയും തമ്മിൽ താരിഫ് യുദ്ധം എന്നൊക്കെ പറയുമ്പോഴും പലതരത്തിലുള്ള കരാറുകൾ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഇതിപ്പോ അന്തിച്ച് നോക്കുന്നുണ്ട്, ഇത് എന്ത് പണിയാണ് ഈ നടക്കുന്നത്, മനസ്സിലാവുന്നില്ല. കാരണം വലിയ താരിഫ് യുദ്ധമാണ് നടക്കുന്നത്. ഇപ്പൊ ഉടക്കും എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് വലിയ നീരസത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോൾ പലതരത്തിലുള്ള കരാറുകൾ ഏറ്റവും അവസാനം ഒരു 10 വർഷത്തേക്കുള്ള പ്രതിരോധ കരാർ ഉൾപ്പെടെ വന്നു. ഏറ്റവും ഒടുവിൽ വരുന്നുണ്ട് മറ്റൊരു കരാർ, ഒരു ഹെലികോപ്റ്റർ കരാർ വരുന്നു. ഏതാണ്ട് 7,995 കോടിയുടെ കരാറാണ്. എന്താണ് ഈ കരാറ്? എന്തുകൊണ്ടാണ് ഈ സമയത്ത് വീണ്ടും US-ഉമായിട്ട് നമ്മൾ കരാറിൽ ഏർപ്പെടുന്നതിനുള്ള കാരണം? അതാണ് എനിക്ക് പ്രധാനമായിട്ടും അറിയേണ്ടത്. തീർച്ചയായിട്ടും ഇത് നമ്മളൊരു ധാരണ, നമ്മളെന്തോ അമേരിക്കയോട് ഇപ്പൊ പൊട്ടും എന്ന രീതിയിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ വലിയ അകൽച്ച ഉണ്ടായി. ഇപ്പോൾ സത്യത്തിൽ അങ്ങനെ ഡിപ്ലോമാറ്റിക് അങ്ങനെ ഉണ്ടായിരുന്നു. അത് നമ്മളെ കൊണ്ടുണ്ടായതല്ല. അമേരിക്ക ഏകപക്ഷീയമായി ഇന്ത്യക്കെതിരായിട്ടുള്ള വലിയ പ്രചാരണം, അമേരിക്കക്ക് അകത്തും പുറത്തും ഇന്ത്യയുടെ വ്യാപാര ബന്ധങ്ങളെ മുഴുവൻ തകർക്കുക, ഇന്ത്യക്കാരായി അമേരിക്കയിൽ ജോലി ചെയ്യുന്നവരുടെ ഭാവിയെ തകർക്കുക, ഇന്ത്യക്കാരോട് കടുത്ത വെറുപ്പ്, ഇന്ത്യൻ വംശത്തിൽ പിറന്നു എന്ന ഒറ്റ കാരണം കൊണ്ട്, ഇന്ത്യൻ വംശക്കാരായ ചിലർ അവിടുത്തെ ഡെമോക്രാറ്റിക് പാർട്ടിയിലുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് ഇങ്ങനെ ഇന്ത്യയുമായി വലിയ അകൽച്ച ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ട്രംപ് നടത്തിയിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ട്രംപ് യാഥാർത്ഥ്യത്തിലേക്ക് വന്നു. ഇന്ത്യ അപ്പോഴും സമനില വിട്ടൊരു വാക്കും പറഞ്ഞിട്ടില്ല. ഇന്ത്യ ആകെ എനിക്ക് തോന്നുന്നു ആ ഒരു താരിഫ് വാറിൽ പറഞ്ഞത്, ശരി, ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് അവിടെ താരിഫ് കൂട്ടിയാൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഞങ്ങൾക്കും കൂട്ടേണ്ടി വരുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. മാന്യമായൊരു വർത്തമാനമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വന്നപ്പോൾ മോദി എൻ്റെ സുഹൃത്താണ്, എന്തോ എൻ്റെ മച്ചുനനാണ് എന്നൊക്കെയുള്ള മട്ടിൽ പറഞ്ഞുകൊണ്ട് ട്രംപ് പിന്നീട് പ്ലേറ്റ് മാറ്റിയെന്നല്ല, അടുത്തടുത്ത് വന്നു. അപ്പം സത്യത്തിൽ അങ്ങനെ അടുത്ത് വരേണ്ടതുണ്ടായിരുന്നു ഇന്ത്യക്കും. ഇപ്പോൾ പ്രത്യേകമായി എന്താണ് അതിൻ്റെ സാഹചര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പ്രത്യക്ഷത്തിൽ ഇങ്ങനെ നമുക്കെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് വായി തോന്നിയതൊക്കെ പറയുന്ന ട്രംപ് ആണെങ്കിൽ പോലും അകത്ത് അപകടം പിടിച്ച ഒരു സൈലന്റ് കില്ലറായിട്ട് നമ്മുടെ അയൽപക്കത്ത് ചൈന ഉണ്ട്. ചൈനയുടെ നീക്കങ്ങൾ അങ്ങേയറ്റം സംശയാസ്പദമാണ്, വലിയ കരുതലോടെയാണ്. ചൈന അമേരിക്ക നമ്മുടെ ശത്രുപട്ടികയിലുള്ള ഒരു രാജ്യമല്ല. ചൈന നമ്മുടെ ശത്രുപട്ടികയിൽ എന്നോ ഇടം പിടിച്ച രാജ്യമാണ്. 62-ൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു കൊടിയ യുദ്ധം ഉണ്ടായതാണ്. അന്ന് ഒത്തുതീർപ്പിന് തയ്യാറായ ചൈന അന്നത്തെ ചൈന ആയതുകൊണ്ടാണ്. അന്നത്തെ ചൈന അല്ല ഇന്നത്തെ ചൈന. ഓഫ് കോഴ്സ് ഇന്നത്തെ ഇന്ത്യയും മാറിയിട്ടുണ്ട്. ഇന്ത്യയും പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും രണ്ട് വലിയ വമ്പൻ ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായാൽ ഒരു കൊടിയ യുദ്ധത്തിൻ്റെ കോൺസിക്വൻസസ് എന്തായിരിക്കുമെന്ന് ഇന്ത്യക്കാർക്കും നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് ചൈനയെ കരുതിയിരിക്കണം എന്ന ഒരു അജണ്ടയിലേക്കാണ്. അതിന് അനുഗുണമായ കുറേ സംഭവവികാസങ്ങൾ അടുത്ത കാലത്തുണ്ടായി. ഇപ്പോൾ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ പാകിസ്ഥാൻ തീവ്രവാദികളുടെ ആസ്ഥാനം ആക്രമിച്ചിട്ട് പിടിച്ചെടുത്ത ആയുധങ്ങൾ മുഴുവനും ചൈനയുടെയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ചൈനയും ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള തർക്കപ്രദേശങ്ങളുണ്ട്. ചൈനയും ഇന്ത്യയും തമ്മിലുള്ള തർക്കങ്ങൾ മാത്രമല്ല, 3 രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കപ്രദേശങ്ങളുണ്ട്. അവിടെയൊക്കെ ചൈന കളിക്കുന്ന ഇന്ത്യ വിരുദ്ധമായ നിലപാടുകൾ എടുക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഇപ്പോൾ കൈലാസത്തിലേക്കും മാനസ സരോവറിലേക്കൊക്കെ ഉള്ള വഴി നേപ്പാളിലൂടെയും ചൈനയിലൂടെയാണ്. അതിൽ ചൈന കളിക്കുന്ന കളികളുണ്ട്. മൂന്നാമത്, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി പ്രദേശമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിനെ തന്നെ കൈയടക്കാനുള്ള നീക്കം ചൈന വളരെ കാലമായിട്ട് നടത്തുന്നുണ്ട്. അരുണാചൽ പ്രദേശ് ആസ് എ ഹോൾ അവർ അംഗീകരിക്കുന്നില്ല. അരുണാചൽ പ്രദേശ് എന്നൊരു നാടില്ല, അത് ചൈനയുടെ ഒരു പ്രവിശ്യയാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ അതിർത്തി നീക്കുന്നു, ചൈനയുടെ അതിർത്തികളിൽ മുഴുവൻ അവർ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുന്നു. നമ്മുടെ ഇന്ത്യൻ അരുണാചൽ പ്രദേശിനകത്ത് കടന്നു കയറിയിട്ട് ചൈനീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ നാടുകൾക്ക് ഓരോ ഗ്രാമത്തിനും സൈൻ ബോർഡ് വെക്കുന്നു, നെയിം ബോർഡ് വെക്കുന്നു. സെങ്നാൻ എന്ന് പറഞ്ഞാൽ അവർ പേരിട്ടതാണ്. ചൈനീസ് ഭാഷയിൽ അങ്ങനെ ഉള്ളൂ. മാത്രമല്ല, ഇന്നലെയാണല്ലോ, കഴിഞ്ഞ ദിവസമല്ലേ കണ്ടത്, അരുണാചൽ പ്രദേശുകാരിയായ ഒരു സ്ത്രീ ലണ്ടനിൽ NRI ആണ്. അവര് ജപ്പാനിലേക്ക് പോകുന്ന വഴി ചൈനയിലെ ഷാങ്ഹായ് എയർപോർട്ടിൽ 3 മണിക്കൂർ തങ്ങാൻ വേണ്ടി പെട്ടുപോയി. അവരെ അവിടെ പിടിച്ചു നിർത്തി, അവരെ വലിയ തോതിൽ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്തു, 18 മണിക്കൂറോളം നിർത്തി പൊരിച്ചു. എന്നിട്ട് അവരെ യാത്ര മുടങ്ങി. അവർ വല്ലാതെ കഷ്ടപ്പെട്ടതിൻ്റെ വാർത്ത പുറത്തു വന്നപ്പോഴാണ്. അപ്പോഴും ചൈനീസ് ഗവൺമെൻറ് പറഞ്ഞ വാർത്ത എന്താ? ചൈനീസ് ഗവൺമെൻറ് പറഞ്ഞത്, ബാക്കിയൊക്കെ ശരി, ഞങ്ങൾ ആരെയും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടേ ഉള്ളൂ, പക്ഷേ ഞങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ്. എന്താ കാര്യം? ബർത്ത് പ്ലേസ് എന്ന് കാണിക്കുന്നിടത്ത് അരുണാചൽ പ്രദേശ് എന്ന് കണ്ടാൽ അതിനർത്ഥം അത് ഇന്ത്യ അല്ല, പിന്നെ അവരുടെ പാസ്പോർട്ട് ഇൻവാലിഡാണ്. അരുണാചൽ പ്രദേശിൽ പിറന്ന ഒരാൾ ഇന്ത്യൻ പാസ്പോർട്ടുമായി ചൈനയിൽ വന്നാൽ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ വേണ്ടത് ചൈനീസ് പാസ്പോർട്ടാണ് എന്ന് പറഞ്ഞാൽ അത് ഒരു വല്ലാത്ത ഡിപ്ലോമാറ്റിക് ഇഷ്യൂ ആയിട്ട് മാറുകയാണ്. അപ്പോൾ
അത്തരത്തിൽ വലിയ തോതിലുള്ള ഇഷ്യൂസ് ഉണ്ട് ചൈനയും ഇന്ത്യയും തമ്മിൽ. അപ്പോൾ ഇന്ത്യയോട് സമീപഭാവിയിൽ മാന്യമായ രീതിയിൽ തീർന്നില്ലെങ്കിൽ വലിയ സംഘർഷത്തിലേക്ക് പോകും എന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് ചൈനയെ കൂടുതൽ ഭയപ്പെടേണ്ടിയിരിക്കുന്നത് കൊണ്ട് കൂടുതൽ അമേരിക്കയോടുമായി അടുക്കാൻ ഇന്ത്യ ഡിപ്ലോമാറ്റിക്കായിട്ട് തീരുമാനിക്കുകയാണ്. ഭയപ്പാട് കൊണ്ടല്ല, അമേരിക്കയെ ശത്രുവാക്കേണ്ട ഒരു സമയമല്ല ഇത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യ ചിലതിലൊക്കെ ഒന്ന് വഴങ്ങിക്കൊടുത്തു. എന്താണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ഡിമാൻഡ് എന്തായിരുന്നു? റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങാം, എണ്ണ വാങ്ങാൻ പാടില്ല. എനിക്ക് തോന്നുന്നു വളരെ തന്ത്രപൂർവ്വം ഇപ്പോഴും ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും ഗവൺമെൻറ് പറഞ്ഞിരിക്കാനിടയുള്ളൊരു മറുപടി ഇതാണ്. എന്തായിരിക്കും എന്നറിയോ? എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഗവൺമെൻറ് അല്ലല്ലോ, കമ്പനികളല്ലേ. കമ്പനികളുടെ നയം അനുസരിച്ച് ചെയ്തു കൊള്ളട്ടെ, ഞങ്ങൾ അവർക്ക് ഫ്രീഡം കൊടുക്കുന്നു. ആരാണ് ഈ കമ്പനി? റിലയൻസ് ആണ് പ്രധാനപ്പെട്ട കമ്പനി. അവരോട് പറഞ്ഞിട്ടുണ്ടാവും, അങ്ങനെ പിണക്കണ്ട, നീ ഇപ്പോൾ തൽക്കാലം റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങണ്ട. അത് മാത്രമല്ല അവർക്കും നല്ലതാണത്. US ഡോളറിൽ കച്ചവടം ചെയ്യുന്ന എല്ലാവർക്കും വലിയ താരിഫ് കൊടുത്ത് വലിയ പണിഷ്മെന്റ് കൊടുത്തിട്ട് അവരുടെ കച്ചവടത്തിൽ വലിയ നഷ്ടം ഉണ്ടാക്കും എന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് നിൽക്കണ്ടല്ലോ. അതിനേക്കാൾ നല്ലത് ഇപ്പോൾ റഷ്യയിൽ നിന്ന് തൽക്കാലം എണ്ണ വാങ്ങണ്ടാന്ന് തീരുമാനിച്ചോളൂ. അപ്പോൾ റിലയൻസ് കമ്പനി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തി എന്ന് പറഞ്ഞാൽ ഫലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് തിട്ടൂരം, അല്ലെങ്കിൽ അത് നമ്മൾ വഴങ്ങി എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റ് വഴങ്ങിയില്ലെങ്കിൽ ഇന്ത്യൻ കമ്പനി വഴങ്ങി. അപ്പോൾ അവരും ആ അർത്ഥത്തിൽ അവരുടെ ഒരു നയം വിജയിച്ചു. പകരം നമ്മുടെ താരിഫ് ഈ പറഞ്ഞ അങ്ങനെയാണല്ലോ പറഞ്ഞത്, 25 ഉണ്ടായിരുന്നത് 50 ആക്കും, 75 ആക്കും, 100 ആക്കും എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അത് നിർത്തി. അതുപോലെ തന്നെ H1B വിസയുടെ കാര്യത്തിൽ റെസ്ട്രിക്ഷൻസ് ഒഴിവാക്കി. നിലവിലുള്ള ഒരു ഇന്ത്യക്കാരനെയും അത് ബാധിക്കുകയില്ല എന്ന് വന്നു. അപ്പൊ രണ്ടു കൂട്ടർക്കും ഗുണകരമായ കാര്യങ്ങളുണ്ടായി. രണ്ടു കൂട്ടരും സത്യം പറഞ്ഞാൽ രണ്ടു കൂട്ടരും വഴങ്ങി, രണ്ടു കൂട്ടർക്കും ഗുണകരമായ. അതിന്റെ ഫലമാണ് ഇപ്പൊ 2-3 കരാറുകൾ. ഒന്ന് 10 കൊല്ലത്തേക്ക് സൈനിക കരാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കൊരു വിപത്തുണ്ടായാൽ നിരുപാധികം അമേരിക്ക സഹായിക്കും. അതാണ് ഒരു കരാർ, 10 കൊല്ലത്തേക്ക്. രണ്ടാമതുണ്ടാക്കിയത് അമേരിക്കയ്ക്ക് സന്തോഷവുമായിരിക്കും. അതെ, തീർച്ചയായിട്ടും. അത് ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം നേച്ചുറൽ ഗ്യാസ്. അതും അമേരിക്കയ്ക്ക് ഗുണമുണ്ടായി. കാരണം നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണയും ഗ്യാസും വാങ്ങുന്നില്ല എന്ന് കണ്ടാൽ നമുക്ക് അതേ വിലക്ക് എണ്ണ തരാൻ അമേരിക്ക തയ്യാറാകുകയും ചെയ്തു. അപ്പോൾ അമേരിക്കയുമായി ഒരു നാച്ചുറൽ ഗ്യാസ് കരാർ ഉണ്ടാക്കി, രണ്ടാമത്തെ കരാർ. മൂന്നാമത്തെ കരാറാണ് ഇപ്പോൾ ഇന്നലെ വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ചാണല്ലോ ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കാൻ പോയത്. ഇന്ത്യയും US തമ്മിൽ നേവി ഹെലികോപ്റ്റർ കരാർ. ഇത് സത്യത്തിൽ 2020 തുടങ്ങി വെച്ചൊരു കരാറാണ്. പിന്നെ അതിന് തുടർച്ചയുണ്ടായില്ല. ഇപ്പം അത് പുതുക്കി. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്ന കരാർ ഇന്നലെ 28-ാം തീയതിയാണ്. ഇന്നലെ ആണോ 28-30 മിനിഞ്ഞാന്നല്ലേ? 28 നവംബർ 28-ന് ഒപ്പുവെച്ച കരാർ അനുസരിച്ച് ഇത് 8000 കോടിയുടെയാണ്. 8000 കോടി രൂപയുടെ കരാറാണ്. അത് വെച്ചാൽ 7995 കോടി, കൃത്യമായിട്ട് പറഞ്ഞാൽ അത്രയും കോടിയുടെ കരാറാണ്. ആ ഹെലികോപ്റ്റർ, നമ്മൾ വാങ്ങുന്ന ഹെലികോപ്റ്ററിന് പേര് സീഹോക്ക് എന്നാണ്. സീഹോക്ക് അതതിന്റെ ബ്രാൻഡ് നെയിമാണ്. MH-60R സീഹോക്കാണ് അതിന്റെ ബ്രാൻഡ് നെയിം, കമ്പനി ബ്രാൻഡ് നെയിം. പക്ഷെ ഇതിന് നേരത്തെ നമ്മൾ 2020 തുടങ്ങുമ്പോൾ MH-60R ആദ്യത്തെ അവിടുത്തെ ഫസ്റ്റ് അവർ ഇറക്കിയ മോഡല് ബ്ലാക്ക് ഹോക്ക് ആയിരുന്നു. ബ്ലാക്ക് ഹോക്ക്, ഈ എന്താ പറയുക, കറുത്ത കഴുകൻ എന്നൊക്കെ പറയാവുന്ന ബ്ലാക്ക് ഹോക്ക് ആയിരുന്നു. ബ്ലാക്ക് ഹോക്കിന്റെ ഇനത്തിൽപ്പെട്ട, ആ ക്ലാസ്സിൽപ്പെട്ട ഏറ്റവും പുതിയ വെറൈറ്റി നേവി ഹെലികോപ്റ്ററാണ് ഇപ്പോൾ സീഹോക്ക്. ബ്ലാക്ക് ഹോക്ക് ആയിരുന്നു നേരത്തെ. 24 എണ്ണം 2020 നമ്മൾ വാങ്ങിച്ചിരുന്നു. പിന്നെ അതിന് തുടർച്ചയുണ്ടായില്ല. അമേരിക്കയുമായിട്ട് പിന്നെ ഈ സൈനിക ഇടപാടുകളിലൊന്നും നമ്മൾ അത്ര താല്പര്യം കാണിച്ചിരുന്നില്ല. പക്ഷെ ആ കരാറ് പുതുക്കി 2020 തുടർച്ചയായിട്ട് ഇപ്പോൾ 24 സീഹോക്ക് വീണ്ടും വാങ്ങി. ഇനി അങ്ങോട്ട് എല്ലാ കൊല്ലവും അടുത്ത 5 വർഷം തുടർച്ചയായിട്ട് നമ്മൾ ഈ സീഹോക്ക് നേവി ഹെലികോപ്റ്റർ വാങ്ങും എന്ന് തീരുമാനിച്ചുകൊണ്ട് ഒപ്പുവെച്ചിട്ടുണ്ട്. ഇത് നിർമ്മിക്കുന്ന കമ്പനി ലോക്ഹീഡ് മാർട്ടിൻ കോർപ്പറേഷനാണ്. വിഖ്യാതമായ അമേരിക്കൻ ഈ ആയുധ നിർമ്മാണ കമ്പനിയാണ് ലോക്ഹീഡ് മാർട്ടിൻ കോർപ്പറേഷൻ. അവരുമായിട്ടാണ് കരാറുണ്ടാക്കിയിരിക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ് ഇതിന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം, ഇത് ഒപ്പുവെക്കാനുള്ള യഥാർത്ഥ കാരണം എന്തായിരുന്നാലും പറഞ്ഞ കാരണം, ഇത് ആത്മനിർഭർ ഭാരതിൻ്റെ ഭാഗമാണ്. എന്താ ആത്മനിർഭർ ഭാരത് എന്ന് പറയും? 2047 ആകുമ്പോഴേക്ക് ഭൂമിയിലെ ലഭ്യമായ എല്ലാ ആയുധങ്ങളും ഇന്ത്യക്ക് നിർമ്മിക്കാൻ പറ്റണം, ഇന്ത്യക്ക് സ്വന്തമായി നിർമ്മിക്കാൻ പറ്റണം. അതുകൂടി ചേർന്നതാണ് ഈ കരാറ്.
ഈ കരാറിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പണ്ട് 2020 ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്ന ബ്ലാക്ക് ഹോക്ക് ആയാലും ഇപ്പോൾ ഞങ്ങൾക്ക് തരാൻ പോകുന്ന ഇപ്പം ഞങ്ങൾ വാങ്ങിക്കുന്ന സീ ഹോക്ക് ആയാലും ഈ MH-60R എന്ന സവിശേഷമായ നേവി വിമാനം ഞങ്ങൾക്ക് തരിക മാത്രമല്ല, ഓരോ കൊല്ലവും 24 എണ്ണം വെച്ച് ഞങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിനർത്ഥം അടുത്ത 5 കൊല്ലം കൊണ്ട് പിന്നെ ഞങ്ങൾക്ക് വാങ്ങേണ്ടി വരരുത് എന്ന് പറഞ്ഞാൽ ടെക്നോളജിയും അടിസ്ഥാന സൗകര്യങ്ങളും മെഷീനറിയും പ്ലാന്റും ഒക്കെ അതിൻ്റെ കൂടെ ഇറക്കുമതി ചെയ്തിട്ട് സ്വന്തമായി നമുക്ക് ഈ വിമാനങ്ങൾ സീഹോക്ക് വിമാനങ്ങൾ സ്വന്തമായി നിർമ്മിക്കാനുള്ള കപ്പാസിറ്റി കൂടി ഇന്ത്യക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നാണ് കരാർ. എന്ന് പറഞ്ഞാൽ 2040 അതാണ് നമ്മുടെ ആത്മനിർഭർ ഭാരത്, ഒറ്റയ്ക്ക് ആത്മവിശ്വാസത്തോടെ സ്വയം പര്യാപ്തമാകുന്ന ഒരു ഇന്ത്യ ഉണ്ടാകും എന്ന നമ്മുടെ കൺസെപ്റ്റിൻ്റെ ഭാഗമാണത്. തിയററ്റിക്കലി അത് ശരിയാണെന്ന് മാത്രമല്ല ഇപ്പോഴത്തെ സന്നിഗ്ധ ഘട്ടത്തിൽ അത് അത്യാവശ്യമാണ്. ഈ കാര്യം യഥാർത്ഥ കാര്യം നമ്മൾ മനസ്സിൽ വെക്കുകയുള്ളൂ. ഞങ്ങളിങ്ങനെ ചൈനയെ ശരിപ്പെടുത്താനാണെന്നും നമ്മൾ പറയില്ല. പക്ഷേ ചൈനയ്ക്കൊരു പാഠം തന്നെയാണിത്. ഇവർ വെൽ എക്യുപ്ഡ് ആണ്, ഏതു നേരത്തും തൊട്ട് കളിച്ചാൽ സൂക്ഷിച്ചോ എന്ന് ചൈനയോട് ഇന്ത്യ വളരെ ഭംഗിയായിട്ട് പറയുന്ന ഒരു കരാർ കൂടിയാണിത്. അതുകൊണ്ടിപ്പോൾ വേണമെങ്കിൽ ഇനി അങ്ങോട്ട് നമുക്ക് അമേരിക്കയും നമ്മുടെ ഭായിയാണ് എന്ന് പറയാം. ചൈന ഇന്ത്യ ഭായി. ഒരിക്കൽ മുന്നേ പറഞ്ഞിരുന്നു, ഈ വിഷയം ഉണ്ടായപ്പോഴേ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നല്ലോ മാഷെ, ഈ വിഷയങ്ങൾ ഉരുകൽ എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് നമ്മളെപ്പോഴും വളരെ ഡിപ്ലോമാറ്റിക് ആണ്. നല്ല തീരുമാനമാണ്. ഏതായാലും അത് വളരെ ഈ സമയത്ത് വളരെ അനിവാര്യമായൊരു തീരുമാനമാണ്. അതിന് നല്ല റിസൾട്ട് ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.